നല്ല ചൂടാണേ. അങ്ങനത്തെ കൊതുകിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്, പഴയ ബ്രഷാണ്, നല്ല സ്മെല്ലും ഉണ്ട്. രാത്രിയായപ്പോൾ ഭയങ്കര കൊതുകിൻ്റെ ശല്യം. അപ്പോൾ കൊതുകിൻ്റെ ശല്യം മാറാനായിട്ട് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഈ ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ എനിക്കൊരാൾ തന്ന ചന്ദനത്തിരിയാണ്. ഇതിൻ്റെ പുകക്ക് ഒരു പ്രത്യേക മണമുണ്ട്, വേറൊരു സംഭവമുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ കൊതുകൊക്കെ പറക്കും, എന്ന് വെച്ചാൽ പമ്പ അടക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയത്, ഈ ചന്ദനത്തിരി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഈ കൊതുക് തിരി അല്ലെങ്കിൽ കൊതുകിൻ്റെ ആ സംഭവങ്ങളൊന്നും കത്തിച്ച് വെക്കാൻ പാടില്ല. കാര്യം അവർ ശ്വസിക്കുമ്പോൾ പ്രശ്നമല്ലേ. അപ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ വരെ കത്തിച്ച് വെക്കാൻ പറ്റിയ സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരു സാധാരണ ചന്ദനത്തിരി കൂടി മേടിച്ചിട്ടുണ്ട്, കുറച്ച് കർപ്പൂരം മേടിച്ചിട്ടുണ്ട്. ഇത് മാത്രം പോരാ, ഇതിന് നമുക്ക് പറമ്പിലോട്ട് പോകണം, വേറെ കുറച്ച് സാധനം പറമ്പിൽ നിന്ന് എടുക്കാണ്ട്. ഇതിനായിട്ട് നമ്മൾ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല, നമ്മുടെ പറമ്പിൽ തന്നെയുള്ളതാണ് ആര്യവേപ്പിൻ്റെ ഇല, ഒരു 3-4 ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് മതി. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് ഈ ചീനച്ചട്ടി നോക്കാം. ചെറിയൊരു ചട്ടിയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ചീനച്ചട്ടി ചൂടായി. അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ വാങ്ങിച്ചത് കർപ്പൂരമാണ്. ഈ കർപ്പൂരം എന്ന് പറഞ്ഞാൽ 10 രൂപയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് 2 എണ്ണം മതിയേ. 2 കർപ്പൂരം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഈ 2 എണ്ണം മാത്രമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കർപ്പൂരം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ടിന്നിനകത്തിട്ട് അടച്ചു വെക്കാം. അതാകുമ്പോൾ അത് തീർന്നു പോകത്തില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. കർപ്പൂരം നോക്കിയേ, അലിഞ്ഞ് തീർന്ന്. ഇനി ഇതിലോട്ട് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ പറിച്ച് വെച്ച ആര്യവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതിനകത്ത് മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം എണ്ണ മതി. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ആര്യവേപ്പിൻ്റെ ഇല സ്റ്റൗ ഓഫ് ചെയ്യുക. ആര്യവേപ്പിൻ്റെ ഇല സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി എണ്ണ മൊത്തം ഊർന്ന് ഇതിനകത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കുറച്ച് എണ്ണ മതിയേ. നല്ല ചൂടാണേ. അങ്ങനത്തെ കൊതുകിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്, പഴയ ബ്രഷാണ്, നല്ല സ്മെല്ലും ഉണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇത് നല്ലപോലെ തണിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 10 രൂപയുടെ ഒരു സാധാരണ ചന്ദനത്തിരി കൂടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യുക, നമ്മളിത് ഒരു കവർ, ഒരു ഫുൾ കവർ എന്ത് ചെയ്യുക, ഈ സംഭവം സെറ്റ് ചെയ്തങ്ങ് വെച്ചാൽ മതി. അതിനായിട്ട് ഇതേ കവർ ഊരിയിട്ടുണ്ട്, ചന്ദനത്തിരി എടുത്തു. എല്ലാം കൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നേരെ ഇവിടെ വെക്കുക. എന്നിട്ട് ഈ ബ്രഷ് ഇങ്ങനെ അങ്ങ് തേക്കുക, ഫുൾ തേച്ച് പിടിപ്പിക്കുക. കണ്ട, എല്ലാ ചന്ദനത്തിരിയിലും ഈ എണ്ണ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇത് നമുക്ക് രാത്രി നമ്മളോട് ഒരാൾ വന്ന് പറഞ്ഞ് തന്ന ടിപ്പാണ്. നമ്മളെ ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതാണ് നമ്മൾ ഈ രാത്രി തന്നെ ചെയ്തേട്ടോ. ഇതിങ്ങനെ ഫുള്ള് തേച്ച് കൊടുക്കുവാണേ. ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് എവിടെയെങ്കിലും ഒന്ന് വെച്ചേക്കുക. കാരണം ഇത് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞാണ് നമ്മൾ കത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദനത്തിരി ഉണങ്ങി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കത്തിച്ച് നോക്കാം. കത്തിച്ച് നോക്കുമ്പോൾ കാര്യം ഇത് മറ്റ് കൊതുകുതിരി അതൊക്കെ കത്തിച്ച് ഈ കുട്ടികൾക്കൊക്കെ പ്രശ്നമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം ചെയ്ത് നോക്കിയത്. അത് എഫക്റ്റീവാണ്, എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അവർ നമ്മളോട് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആയി. അങ്ങനെ നമ്മളിത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ചെയ്തത്. ഈ ഒരു പുക മാത്രം മതി. നമ്മളെന്ത് ചെയ്യുക, എല്ലാ റൂമിലും ഒന്ന് കാണിച്ചേക്കുക. നല്ല സ്മെല്ലുണ്ടേ. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ മറ്റ് ചന്ദനത്തിരിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. കർപ്പൂരം നമ്മുടെ എണ്ണയും മാത്രമേ ഉള്ളൂ. പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയുടെ ഇതുമാണ്. ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എല്ലാ റൂമിലും ഒന്ന് കാണിക്കുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, കൊതുക് എന്തായാലും പോകും.